എവിടെ പോയിട്ട് വരുന്നു ഉമ്മയും മോളും കൂടെ? ആശുപത്രിയിൽ വരെ. അവിടെ ചെന്നപ്പോ ഡാക്ടർ അവിടെ ഇല്ല. ഓല് എവിടെ കല്യാണത്തിന് പോയിത്രേ. വല്ലപ്പോഴൊക്കെ ഡോക്ടർമാർക്കും കല്യാണത്തിനൊക്കെ പോണ്ടേ? ആട്ടെ, സെയ്താലിയുടെ വിശേഷം എന്തുണ്ട്? അവര് ഇരാറുണ്ട്. ആഴ്ചക്ക് ഒരെഴുത്ത് ഇവക്ക് വരുമ്പോ ആ മമ്മദിന് 4 എഴുത്ത് വരും. വെറും വീടിന്റെ വിചാരപ്പോ. വീടൊക്കെ ഉയർന്നല്ലോ. പണി തീരുമ്പം നല്ല ചേലുണ്ടാവും കാണാൻ. എല്ലാം നല്ല ബറക്കത്തിൽ അങ്ങ് കഴിഞ്ഞാ മതിയായിരുന്നു. അപ്പോ ഞാൻ പോയിട്ട് വരട്ടെ. മാഷേ, രവി ഇവിടെ ഉണ്ടായിരുന്നു. അടുക്കളപ്പണിയിലായിരുന്നു. ഓ, ഒരു വർഷം. ഏതായാലും രവി ഇതൊരു വീട് പോലെ ആക്കിയിട്ടുണ്ട്. നന്നായി. മാഷ് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് അമ്മയുടെ ഫോട്ടോ. ഇപ്പോ ഇതിനൊക്കെ പ്രായം മതിക്കും. വയസ്സന്മാരും ഈശ്വരന്മാരും ഒരുപോലെയാ. എല്ലാ അമ്മമാർക്കും ഒരേ മുഖച്ഛായ. അച്ഛൻ മരിച്ചത് പിന്നെ അമ്മ പുറത്തേക്കും പോകാറില്ല. എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ അമ്മ ഏതൊരു പ്രാർത്ഥനയാണ്. കല്യാണക്കാര്യത്തെ പറ്റി അമ്മ പടച്ചവനോടൊന്നും പറയാറില്ലേ? അതൊക്കെ പറഞ്ഞു തീർന്നതല്ലേ. ഇപ്പോ കുറ്റം ദൈവത്തിനാണ്. രവിക്ക് എന്റെ കൂടെ വന്ന് താമസിക്കാമായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ. ഈ വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടാൻ തന്നെ മാഷ് നന്നേ ബുദ്ധിമുട്ടി. ഇനി ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കണം. ഓ, അതിനെന്ത് ബുദ്ധിമുട്ടാണുള്ളത്? മാഷക്ക് ചായ ഇടട്ടെ? വേണ്ട, അവിവാഹിതരുണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാറില്ല. എന്താ എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താണെന്ന് വിടാനാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് ചോര നേരാക്കിയ ഇതിന്റെ പണി നോക്കുന്നത്. അപ്പോഴാ മാഷേ ഓരോരുത്തർ ഉള്ളുകൂടിയുള്ള വരച്ചില്. ഓൻ ചെയ്ത പണി എന്താണെന്ന് അറിയാം മാഷേ? അല്ലല്ല, അവനെ പണി ഏൽപ്പിച്ച നിന്നെ വേണം പറയാൻ. എല്ലാരും പോയി പണി നോക്ക്. പോകാനല്ലേ പറഞ്ഞത്? പോ. മമ്മതേ, വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്. നെഞ്ചോക്ക് കാണിക്കണ്ട. അതുകൊണ്ട് ദോഷം വരും. അതൊരു ജിന്ന. മമ്മ എന്നാ പേര്. സെയ്താലിക്ക് ദുബായി പോകാൻ NOC ഉണ്ടാക്കി കൊടുത്ത് ഇവനാ. അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ അയക്കും. പാതി ഇവൻ വിഴുങ്ങും. സെയ്താലി ഉണ്ടാക്കുന്ന വീടാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ സെയ്താലി നിനക്ക് ഈ കൂട്ടുകെട്ട് വേണ്ട വേണ്ട. അവൻ കേൾക്കൂല. എന്തൊക്കെ പറഞ്ഞാലും സെയ്താലിക്ക് മമ്മ എന്ന് പറഞ്ഞ ജീവനാ. ഒരു മീശ കൂടി വെച്ചാൽ അത്ര സെയ്താലിയെ. നീ ഇതവിടെ കൊണ്ട് വെച്ചിട്ട് അവൻ ആ കല്ലിറക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ വന്നേക്കാം. നസീമ എവിടാ പോയത്? ഉഷന്റെ പറയില്ല. സെയ്താലി ഇല്ലാത്തതുകൊണ്ട് നസീമയ്ക്കിപ്പം ഈ എവിടെ പോയിരുന്നു മോളെ? ഉഷേന്റെ അവിടെ. അനക്ക് എപ്പോ നോക്കിയാലും ഉഷേന്റെ വീട് തന്നെ.
സൂക്കേടൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിലൊരിക്കൽ ഈ മരുന്നിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഇത് കുടിക്കണോണ്ടാവും ആ പഴയ നെഞ്ചുവേദന ഒന്നും വരാത്തത്. ഈ എന്താടി ഒന്നും ഉണ്ടാത്ത? ആ കണ്ടത് നന്നായി. ഇനി ഇതും കൊണ്ട് അവിടെ പോയി വരണ്ടല്ലോ. ആരടാ? സീതാരിന്റെ പുറകെ എത്തിച്ച് വായിച്ചാ പോരെ? ഈ വഴി തന്നെ വായിക്കണോ? വരണ്ട് അടുത്ത ഞായറാഴ്ച. ഈ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. തന്നിട്ട് നിങ്ങൾക്ക് വായിക്കാനറിയോ? ഞാൻ മോളെ സാരി വരാൻ കണ്ട ഒരു നേരം. ശരി, അടുത്ത ഞായറാഴ്ചയോടെ ഒരു മുറിന്റെ എങ്കിലും പണി തീർക്കണം. ഓം വന്നാൽ എന്തെങ്കിലും ഒന്ന് കാട്ടി കൊടുക്കണ്ടേ? ഒന്ന് നിൽക്കണ്ടേ നസീമ? ചെയ്താല് വരണമെന്ന് കേട്ടല്ലോ നസീമ. അധികം ഓടി ചാടി ദേഹം ഇളക്കണ്ട മോളെ. ആ കൊല്ലം കൊറേ കഴിഞ്ഞിട്ട് കൈ കിട്ടുന്നല്ലേ. ചെയ്താല് എന്നെ കാശക്കും നോക്കിക്കോ. ചെയ്താല് വരുമ്പോ കൊലത്തിൽ എന്റെ മുടി കാണേണ്ടത്. ഈ പോയി ചിരിത്തോന ചെമ്പരത്തിന്റെ ഇല പറിച്ചിട്ട് വാ. നല്ല കാര്യം ഉണ്ടാക്കി തരാം. നസീമ മൊഞ്ചു നോക്ക. ഉമ്മ ഇപ്പൊ അങ്ങോട്ട് പോണത് വരുന്ന വഴിക്ക് ഞമ്മള് കണ്ടു. ഈ കിടക്കെടുത്ത് വെച്ചോ. ശൈതാലിക്ക് വേണ്ടി മേടിച്ചതാ. ഓന് വേണ്ടി വരും. നല്ല പദമുള്ളതാ. ഒന്ന് കിടന്നു നോക്ക്. അന്നേയും ഈ കിടക്കനെയും ചേർത്ത് കിട്ടിയാല് പിന്നെ ചെയ്താല്